നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്തായിരുന്നാലും, നിങ്ങളെക്കുറിച്ച് ജനം പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത്, വീട്ടുകാർ പറയുന്നത്, നിങ്ങളുടെ സ്വകുടുംബത്തിലെ വ്യക്തികൾ പറയുന്നത് എന്തായിരുന്നാലും, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു അനുഭവം പ്രാർത്ഥനാ മുറിയിൽ സംഭവിക്കുന്നു. പ്രാർത്ഥനകൾ വ്യക്തികളുടെ ചരിത്രത്തെ മാറ്റി എഴുതും. യബ്ബേസ് എന്ന വ്യക്തി ന്യായമായും മാനിക്കപ്പെടുവാൻ, ആദരിക്കപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ സാധ്യതയില്ലാത്തവനായിരുന്നു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, നിശ്ചയമായും നീ എന്നെ അനുഗ്രഹിക്കണം. തനിക്ക് ബോധ്യമുണ്ടായിരുന്നു തൻ്റെ മാതാവും തൻ്റെ പ്രിയമുള്ളവരും തൻ്റെ കുടുംബക്കാരും തന്നിൽ നന്മ കണ്ടില്ല, അനുഗ്രഹിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചില്ല, തൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നാൽ തനിക്ക് ബോധ്യമുണ്ട്, സ്ഥിതികളെ മാറ്റുന്നൊരു ദൈവമുണ്ട്, മാന്യത നൽകുന്നൊരു ദൈവമുണ്ട്. ലോകം എഴുതിത്തള്ളിയതിനെ, ലോകം വിലമതിക്കാത്തതിനെ ആദരിക്കുന്നൊരു സ്വർഗമുണ്ടെന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ ദൈവാത്മാവിൽ ഓർപ്പിക്കുകയാണ്. യബ്ബേസ് എന്ന ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഇത്രേ ആകത്തുള്ളൂ, ഈ നിലവരെ നിങ്ങൾ ഉയരുകയുള്ളൂ. ഇതുകൊണ്ട് നിന്റെ ജീവിതം ഒതുങ്ങപ്പെടും, തീരപ്പെടുമെന്ന് ലോകം പറയുമ്പോൾ, പ്രിയമുള്ളവർ പറയുമ്പോൾ, വീട്ടുകാർ പറയുമ്പോൾ, അതാകുകയില്ല. നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനി, സാഹചര്യം മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്.